പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യ എത്രമാത്രം വികസിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? പല സംസ്ഥാനവും ഇന്ന് യൂറോപ്പ് പോലെ മാറിക്കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലുള്ള മണ്ടന്മാർക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ബുർജ് ഖലീഫയാണ്. അതിനെ വെല്ലുന്ന ബിൽഡിംഗ് ഉത്തർപ്രദേശിലുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? അതല്ല, ഈ 10-12 വർഷം കൊണ്ട് വന്നതാണ്. ഇത് വികസനത്തിന്റെ ഒന്നാം ഘട്ടമാണ്. രണ്ടാം ഘട്ടം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പാലം, ബ്രിഡ്ജ്, അതുള്ളത് ബീഹാറിലാണ്. അത് നിങ്ങൾക്കറിയോ? ബീഹാറിൽ എന്തെല്ലാം സംവിധാനം, എന്തെല്ലാം ടെക്നോളജി വന്നിട്ടുണ്ടെന്ന് അറിയോ? പിന്നെ മധ്യപ്രദേശിൽ മദ്യങ്ങളുടെ ഒരു ലോകം തന്നെ, പ്രത്യേകിച്ച് എല്ലാ സംവിധാനവുമുള്ള, എല്ലാ ടെക്നോളജിയുമുള്ള ബാറുകളാണ്. ഫ്രഷ് വെള്ളം ആളുകൾ ഡയറക്റ്റ്ലി എടുത്തിട്ട് കുടിക്കുന്ന ഫ്രഷ് വെള്ളം മധ്യപ്രദേശിലാണുള്ളത്. പിന്നെ ഉത്തരാഖണ്ഡിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എത്ര ടെക്നോളജി ആയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ടിക്കറ്റ് കൊടുക്കാതെ വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ നോക്കുന്ന അവിടുത്തെ ഉത്തരാഖണ്ഡിലുള്ള ഇന്ത്യൻ പൗരനായ ദേശസ്നേഹികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ഇന്ത്യയിലെ പല നോർത്ത് സംസ്ഥാനങ്ങളിലും പോയി കഴിഞ്ഞാൽ വികസനം കൊണ്ടുള്ള ഒരു ആറാട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കേരളത്തിലെ മണ്ടന്മാർക്ക് പറഞ്ഞാൽ വല്ലതും അറിയാമോ? കേരളത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ? അവിടെ നോക്ക്, യൂറോപ്പ് പോലെയാണ് ഇപ്പോൾ യുപിയും അതുപോലെ തന്നെ ബീഹാറും ഉത്തരാഖണ്ഡും അതുപോലെ മധ്യപ്രദേശൊക്കെ ആയി കിടക്കുന്നത്. നിങ്ങൾ ഈ കേരളത്തിൻ്റെ അകത്ത് സൊമാനിയിൽ താമസിക്കുന്ന പോലെ താമസിച്ചോ? ഒരു സംവിധാനം ഇവിടെ ഇല്ല. 10 വർഷമായിട്ട് LDF ഭരിക്കുന്നത്. എന്ത് ചെയ്തു? നോക്ക് നിങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങളാണ്, എന്തെല്ലാം ടെക്നോളജിയാണ്, എത്ര വികസനമാണ് വന്നിരിക്കുന്നത്. 6 വരി പാതകളാണ് എല്ലാ സ്ഥലത്തും. ആ പാലം വഴിക്ക് യാത്ര ചെയ്യണമെങ്കിൽ വലിയൊരു തുക, നല്ലൊരു എമൗണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പോകുന്ന വഴിയിൽ കൂടെ എല്ലാം പേ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ റോഡ് ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനത്തെ നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദരിദ്രരായ ആൾക്കാർ എന്തെല്ലാം സംവിധാനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേരളക്കാരത് മനസ്സിലാക്കാത്തത്? കേരളത്തിൽ ഒരു വട്ടം നിങ്ങൾക്ക് അവർക്ക് ചാൻസ് കൊടുക്കും. അവർ താമരയെ വിരിയിപ്പിച്ച് അവരുടെ ഈ നോർത്ത് ഇന്ത്യയുടെ വികസനം അത് വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക്, മലയാളികളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ശുദ്ധവെള്ളങ്ങൾ, അതുപോലെ തന്നെ ഇതേപോലെയുള്ള ട്രെയിൻ യാത്രകൾ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു തരുന്നതാണ്. പ്രിയ സുഹൃത്തുക്കളെ, 700 കോടിയൊക്കെയാണ് നമ്മുടെ പാലക്കാട്ടിലെ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. പാലക്കാടും തമിഴ്നാടും വാളയാറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ആധുനിക ബ്രിഡ്ജ്, അതല്ലെങ്കിൽ ഒരു തുരങ്കപ്പാത, ഇതിൽ ഏതെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് പാലക്കാട്ടുകാരെങ്കിലും മനസ്സിലാക്കി പ്രാവശ്യം ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസ് ഇത് നിങ്ങൾ കൊടുത്താൽ തൃശ്ശൂരിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്. തൃശ്ശൂർ കാല് വെച്ച് കഴിഞ്ഞാൽ തന്നെ വികസനമായി മാറിക്കഴിഞ്ഞു. ആ റൗണ്ട് ഉണ്ടല്ലോ, തൃശ്ശൂർ റൗണ്ട്, അതൊക്കെ ആധുനിക ടെക്നോളജി കൊണ്ട് അവിടെ അങ്ങനെ ആളുകൾ അങ്ങനെ അത്രയ്ക്കും എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ. അപ്പൊ തൃശ്ശൂരിന്റെ വികസനം തീർച്ചയായിട്ടും പാലക്കാടും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിന് കിട്ടണമെങ്കിൽ താമരയ്ക്ക് വോട്ട് ചെയ്യും. ഇത് ഞാൻ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന താമരയ്ക്ക്